എൻ്റെ പേര് അഡ്വക്കേറ്റ് ജിതേന്ദ്രൻ എന്നാണ്. ഞാൻ ചാവക്കാട് കോടതിയിൽ പ്രാക്ടീസ് ചെയ്യാണ്. എൻ്റെ ഒരു സുഹൃത്ത് വൈശാഖ് എന്ന് പറയുന്ന ഒരാളും ഞാനും ഒരുമിച്ചാണ് വർക്ക് ചെയ്യുന്നത്. ഈ ചാവക്കാട് കോടതിയിലെ ഒരു സീനിയർ അഭിഭാഷകൻ്റെ മകനായിട്ടുള്ള വിനായക കുറുവത്ത് എന്ന് പറയുന്ന വ്യക്തി ഈ വൈശാഖ് എന്ന് പറയുന്ന വക്കീലിന് ഒരു വക്കാലത്ത് മാറി വന്നതിൻ്റെ വൈരാഗ്യം, ആ വൈരാഗ്യത്തിൻ്റെ മുകളിൽ ഒരു 1.5 മാസമായിട്ട് നിൽക്കുന്ന ഒരു വൈര്യമുണ്ട്, ഒരു നിരന്തരമായിട്ടുള്ളൊരു പകയുണ്ട്. അതിൻ്റെ ദേഷ്യം തീർക്കുക എന്ന് പറയുന്ന രീതിയിൽ നിരന്തരമായിട്ട് ഈ വൈശാഖ് എന്ന് പറയുന്ന ഒരാളെ നിരന്തരമായിട്ട് കോടതി പരിസരത്ത് വെച്ച് ഉപദ്രവിക്കുകയും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും ഒരു എന്താ പറയുക, ഒരു അഭിഭാഷകർക്ക് ചേർന്ന രീതിയിലല്ലാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാണിക്കുകയും നിരന്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മാസത്തോളമായിട്ട് നിരന്തരമായിട്ട് ഈ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെ ബാർ അസോസിയേഷൻ മുഖാന്തരവും പല രീതിയിലൊക്കെ ഈ വിഷയം പരിഹരിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടൊന്നും പരിഹരിക്കപ്പെടാതെ ഇദ്ദേഹം വളരെ വയലൻ്റായിട്ട് ഗുണ്ടകളൊക്കെ കൊണ്ടുവന്ന് നിരന്തരമായിട്ട് വൈശാഖ് എന്ന് പറയുന്ന അഭിഭാഷകനെ നിരന്തരമായിട്ട് ഭീഷണിപ്പെടുത്തുകയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിലെല്ലാം സമവായ ചർച്ച ഉണ്ടാക്കാനായിട്ട് ഞാൻ പരമാവധി പല സമയങ്ങളും ചർച്ചകൾക്ക് നേതൃത്വം കൊടുക്കുകയും ആ സമയങ്ങളിലെല്ലാം സമവായ ചർച്ചകൾക്ക് സാഹചര്യം ഉണ്ടാക്കാൻ പറ്റാത്ത രീതിയിലേക്ക് ഇദ്ദേഹം വഴിമാറിപ്പോയി പല പ്രശ്നങ്ങൾ വീണ്ടും ഭീഷണിപ്പെടുത്തുകയും ഈ അഭിഭാഷകനെ നിരന്തരമായി ഉപദ്രവിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തുടർന്ന് ഈ ദിവസം ഞാനും വൈശാഖ് എന്ന് പറയുന്ന അഭിഭാഷകനും കൂടി ഓഫീസ് പൂട്ടി തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴി ഈ പറയുന്ന വിനായക് എന്ന് പറയുന്ന വക്കീലും ഇയാളുടെ 2 ഗുണ്ടകളും ചേർന്ന് ഞങ്ങൾ ഇറങ്ങുന്നതും താഴത്ത് നിൽക്കുകയും ഞങ്ങൾ പോകുന്ന വഴിയിൽ ഇയാൾ ഞങ്ങളെ മുതുവട്ടൂർ സെൻറ്ററിൽ വെച്ചിട്ട് ഈ ഗുണ്ടകളുടെ നേതൃത്വത്തിൽ വെച്ചിട്ട് ആക്രമിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. വൈശാഖിനെ പിടിച്ചു നിർത്തി അവിടെ നിർത്തുകയും എന്നെ ഈ വിനായക് എന്ന് പറയുന്ന ഒരാൾ ഞാൻ ഈ വൈശാഖിനെ ആക്രമിക്കുന്നതിൻ്റെ വീഡിയോ എടുക്കുന്ന സമയം എന്നെ ഈ പറയുന്ന വിനായക് എന്ന് പറയുന്ന ആളും ഈ പറയുന്ന നിതീഷ് എന്ന് പറയുന്ന വിനായക് പിടിച്ചു നിർത്തി നിതീഷ് എന്ന് പറയുന്ന ആളിനെ ആക്രമിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് ഞാനിപ്പോൾ ഹോസ്പിറ്റലിൽ വന്നിരിക്കുകയാണ്. അവർ എന്നെ കാര്യമായ രീതിയിൽ തന്നെ ആ ഗുണ്ടയുടെ കയ്യിൽ എന്തോ അയാളുടെ കയ്യിൽ എന്തോ ഒരു കയ്യിന് മുകളിൽ നക്കിൾ ടെസ്റ്റ് പോലത്തെ എന്തോ ഒരു ഇടിക്കട്ട പോലത്തെ എന്തൊരു കാര്യം ഉണ്ടായിരുന്നു. അത് വെച്ച് എന്നെ മർദ്ദിക്കുകയും ഞാൻ നിലത്ത് വീഴുകയും എൻ്റെ കണ്ണിന് ഇവിടേക്ക് പരിക്കുണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട്. ഞാൻ പരാതി കൊടുക്കാൻ പോവുകയാണ്. ഞാനിപ്പോൾ ഹോസ്പിറ്റലിലേക്ക് വന്നിരിക്കുകയാണ്. ഇതിന് തുടർ നടപടി ഉണ്ടാക്കും. ഇത്തരത്തിലുള്ള നടപടികൾ തുടർന്നു പോകാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. പ്രത്യേകിച്ച് കോടതി അന്തരീക്ഷത്തിനുള്ളിൽ കുറച്ചും കൂടി കൃത്യമായ രീതിയിലുള്ള ഒരു ജീവിതം ഉണ്ടാവണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള വക്കീലന്മാരെ വെച്ച് ഉറപ്പിക്കാൻ പറ്റില്ല. ഇതൊരു തെമ്മാടത്താണ്. ഇതൊന്നും അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല. നക്ഷത്രത്തിലക്കവും മഞ്ഞത്തുള്ളിയുടെ മനോഹാരിതയും സ്വപ്നതുല്യം ഈ വെള്ളി ആഭരണങ്ങളിൽ ആളുകാരൻ സിൽവർ ജ്വല്ലറി, ചാവക്കാട്, വാടാനപ്പള്ളി. പ്ലാറ്റിനം പോലെ സിൽവർ. ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്.